ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാരിയുടെ വളരെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ആ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വീഡിയോ കാണിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുന്നത്. ചേച്ചി വിചാരിച്ച് ഞങ്ങൾ മറ്റേ മൈക്രോസ്കോപ്പിക് ലെൻസിൽ കൂടെയൊക്കെ ക്യാമറ വീഡിയോ എടുക്കും പോലെയാണ് ചേച്ചി. അതൊക്കെ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞ സാരി. പണ്ടേ ഈ മഞ്ഞ ഈ ID കളറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ, ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചോപ്പ്, അയ്യോ അതൊക്കെ എൻ്റെ ജീവനാണ്. ആ കളറുകൾ ഓറഞ്ച് ഇങ്ങനെ മിന്നി നിൽക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിങ്ങും അത് തന്നെ എടുത്തിട്ടുണ്ട്. ലൈനിങ് കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഒരു A-ലൈൻ കുർത്തി പോലത്തെ ഒരു പ്രിൻസസ് കട്ട് A-ലൈൻ കുർത്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അഹങ്കാരത്തിൽ പറയാം. ഓക്കെ, ഞാൻ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് 7 ഇഞ്ച്. ആം ഹോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം പ്രിൻസസ് കട്ടിന് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പ്രിൻസസ് കട്ട് പോലെ ചെറുതായിട്ട്, അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കിടക്കട്ടെ എന്ന് കരുതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ടോട്ടൽ 10.5 വേണ്ടത്. അതിന് 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് ഞാൻ 12.5 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറക്കത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം കേട്ടോ. ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ടോട്ടൽ 2 മീറ്റർ ലൈനിങ്ങിൻ്റെ ടോട്ടൽ ഇറക്കമാണ് ഇട്ട് കൊടുത്തത്. അതായത് ഒരു 39 വരും. മെയിൻ ക്ലോത്തിൽ ഒരു 42 ഇഞ്ചോളം ഇറക്കമാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ 18.5 ഇഞ്ച്, അതായത് സ്ലിറ്റിൻ്റെ 18.5 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ വീണ്ടും ആ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ നടുവിൽ വെച്ചിട്ട് 1 ഇഞ്ച് കുറച്ച് 11.5 ഇഞ്ച്. ഇതൊക്കെ നമ്മുടെ കോമൺ അളവുകളല്ലേ, അതാണ് സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ 1.5 ഇഞ്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഇന്ന് കണ്ട വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. എന്നിട്ട് നമ്മളിത് അവിടുന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ താഴോട്ട് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, അല്ല എത്രയാണ് മാക്സിമം വിഡ്ത്ത് കിട്ടുന്നത് അത്രയും രീതിക്ക് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇതിപ്പോൾ ഇടിയും മിന്നലും വരും പോലെ, മിന്നൽ മുമ്പേയും ഇടി പിറകെയല്ലായിരുന്നു, അതുപോലെ എൻ്റെ വോയിസ് മുമ്പേ പോകുന്നുണ്ട്, പിന്നാലെയാണ് ഈ വെട്ടി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെയിൻ ക്ലോത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ്, കാരണം താഴെ കുറച്ച് ഭാഗത്ത് മാത്രമേ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കാം. കാരണം എല്ലായിടത്തും ഒരുപോലെയല്ല ഡിസൈൻ വന്നത്. അതുകൊണ്ട് പിന്നെ താഴത്തെ ഈ ബോർഡർ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറക്കം കുറവായതുകൊണ്ട് 2 സൈഡിലും ആ ബോർഡർ വെട്ടുമ്പോൾ നല്ല ഇറക്കം കുറയേ. അതുകൊണ്ട് പിന്നെ ഒരു സൈഡിൽ അത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ. ഇവിടെ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ എനിക്ക് വോയിസ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചടപടേന്ന് എല്ലാ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് എടുക്കുന്നതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് നെക്കിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ. ഇതൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. ഓക്കെ, ഇങ്ങനെയല്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലെങ്താണ്, ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റ് ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. ഒരു മീഡിയമൊക്കെ ഒരു 10.5 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. 9.5 to 10.5 ഇഞ്ച്, സ്മോൾ മീഡിയം സൈസൊക്കെ. എനിക്ക് 10.5 ഇഞ്ചാണ്. അവിടുന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ചാണ്. ഒരു തയ്യൽ തുമ്പോടെ ചേർത്ത് 4.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അളന്ന് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ആ 10.5 ഇഞ്ചും ഈ 4.25 ഇഞ്ചും കൂടെ ജോയിൻ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ഞാൻ ഒരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. കൈക്കുഴി ടോട്ടൽ ഇവിടെ 12 വന്നത്, അപ്പോൾ 6 അതിൻ്റെ മിഡിലായിട്ട് വരുന്നത്. 6 ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 6ഉം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തൊരു പോയിൻ്റ് ഉണ്ട്, അതല്ല സംഭവം, ഇപ്പുറത്തെ പോയിൻ്റാണ്. ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ വരച്ചെടുക്കാമേ. ഞാനിവിടെ അധികം വിഡ്ത്ത് കൊടുക്കുന്നില്ല സെൻറ്റർ പാർട്ടീഷന്, അല്ലാതെ തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഓരോന്ന് മാറുമ്പോൾ ഓരോ രീതിയാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിവിടെ ആം ഹോളിൻ്റെ അവിടെ അപ്പുറവും ഇപ്പുറവും 1/2 ഇഞ്ചല്ല, ഒരു 1/4 ഇഞ്ചോളം നമുക്കിങ്ങനെ ഒരു വി പോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. അത്രയും കൂടെ ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്.
ഞാനിവിടെ സാരിയും കൂടെ ആയതുകൊണ്ട് തുണി ബുദ്ധിമുട്ടായിരിക്കും. ഏങ്കോണെ 16 എന്ന് പറഞ്ഞിരിക്കുന്ന തുണിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും അളവുകളൊന്നും എടുത്തു കൊടുക്കുന്നില്ല. മാക്സിമം എനിക്ക് എത്രയാണോ വലുതായിട്ട് കിട്ടുന്നത് അത്രയും തന്നെ വലുതായിട്ടാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഇട്ടില്ല, സാധാരണ ഏലയൻ പോലെ വേണമെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത മെഷർമെൻറ്റ് വേണ്ട. അതുവരെ അതിന് മുമ്പ് വരെ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് വരച്ചു കൊടുത്തില്ലേ, അത്രയും തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ അളന്നു കൊടുക്കാം. കൈക്ക് ഇവിടെ എനിക്ക് 16.5 ഇഞ്ചാണ് നീളം ഉണ്ടായിരുന്നത്. ഞാനിവിടെ 9-10 ഇഞ്ചോളം വീതി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 12 ഇഞ്ചാണ് എനിക്ക് ടോട്ടൽ ലെങ്ത് ആയിട്ട് കൈക്ക് വേണ്ടിയിരുന്നത്. അതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 3.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൈ വരയ്ക്കും പോലെ തന്നെ. ഇനി ഇതിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇതിപ്പോൾ നോർമൽ സ്ലീവായി. ഇനി നമുക്ക് പഫ് സ്ലീവ് നോക്കാം. പഫ് സ്ലീവിന് എനിക്കിവിടെ കിട്ടുന്നത് 4 ഇഞ്ച് തന്നെ ഞാൻ മുകളിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്രേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2.5 മതി കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ പൊങ്ങിക്കാൻ 4 ഇഞ്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 2 ഇഞ്ച് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കതാ ഈ ജോയിൻറ്റിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ചേർന്ന പോയിന്റിൽ നമുക്കൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കട്ട് കിട്ടിയില്ലാന്ന് തോന്നുന്നു, സോറി. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങും സെൻറ്റർ, അതായത് നല്ല ക്ലോത്തും കൂടെ ഒരുമിച്ച് അടിച്ച് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ വൃത്തിയായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, തേക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതുപോലത്തെ സെൻറ്റർ പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ സെൻറ്റർ പീസ് നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും നോക്കില്ലെങ്കിലും കുഴപ്പമില്ല. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ അതുപോലത്തെ നല്ല വശവും കൂടെ ചേർത്തിട്ടിട്ട് നമ്മൾ 2 സൈഡ് ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ തേച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയുള്ളത് കിട്ടുന്നത് പോലെ തോന്നി. എനിക്കിത് കോട്ടനാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ലൈനിങ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് 3 പീസും ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ മെയിൻ ക്ലോത്തും എടുക്കാം. ഓക്കെ, ഞാൻ അപ്പുറം ഇപ്പുറമുള്ള സൈഡുകളും കൂടെ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നെങ്കിൽ സ്വാഭാവികമാണ്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവാറുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 3 പീസും നമുക്ക് 3 സിംഗിൾ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈനിങ് തുണി ഒരുമിച്ച് 3 ജോയിൻ ചെയ്യണം, മെയിൻ ക്ലോത്ത് ഒരുമിച്ച് 3 ജോയിൻ ചെയ്യണം. അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളല്ലാതെയാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ കിട്ടും, പക്ഷേ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ നമ്മളിങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ബാക്കിൽ അല്ലാത്ത 2 മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് മാത്രം. ഓക്കെ ഫൈൻ. ഇനി നമുക്കിതാ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ കറക്റ്റ് കൈക്കുഴിയിലൂടെ വെച്ചിട്ട് താഴെ വരെ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ലെങ്താണ് കിട്ടുന്നത്. ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നോക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയും കയറിയും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ പോയിന്റിലെത്തുമ്പോഴും നമ്മൾ സാധാരണ പ്രിൻസസ് കട്ട് തയ്ക്കുന്ന പോലെ തന്നെ ഓരോ പോയിന്റിലെത്തുമ്പോഴും ഇങ്ങനെ സൂചി ഉയർത്തി കൊടുത്ത് ഇങ്ങനെ മാറ്റി നമ്മളിങ്ങനെ അടിച്ച് ഫുള്ള് വരെ താഴെ വരെ അടിച്ചെടുക്കണം. അതുപോലെ ആ 2 പീസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഫ്രണ്ടിലെ നെക്കാണ് നമ്മൾ, ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി, പീറ്റർ പാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ 3 ഇഞ്ചാണ് ഞാനിവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. തുണി നല്ല വശത്തല്ല, ചീത്ത വശത്ത് മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും നല്ല വശത്തായിരിക്കും മാർക്ക് ചെയ്യണത്, കാരണം ഞാൻ തിരിച്ചിടുന്നത് നല്ല വശമായിരിക്കും. അപ്പോൾ പിന്നെ ആ മാർക്ക് പെട്ടെന്ന് മാഞ്ഞു പോകും. എന്നാലും എനിക്കൊരു വൃത്തികേടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ചീത്ത വശത്താണ് മാർക്ക് ചെയ്യാമോ. ചീത്ത വശം എന്ന് പറഞ്ഞാൽ അകവശത്ത്. ഓക്കെ, 3 ഇഞ്ച് വിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 4 ഇഞ്ച് ലെങ്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ്, ഒരു യു പോലത്തെ റൗണ്ടാണ്. എന്നാലല്ലേ ആ ഒരു പീച്ചർ പാനിനൊക്കെ കുറച്ചുകൂടെ ഭംഗിയാവുന്നത്. ഇതുപോലെ യു നെക്കിലാണെന്ന് തോന്നുന്നു. ഒരുപാട് കർവ് ചെയ്ത് വരയ്ക്കണ്ട. അതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പീസ് എടുക്കാം. അത് ഞാൻ എംബ്രോയ്ഡറി ഉള്ള പീസാണ് എടുത്തേക്കുന്നത്. 13.5 ഇഞ്ച് നീളത്തിൽ 9 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നമ്മുടെ നെക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാമേ കറക്റ്റായിട്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ.
ഓക്കെ, നമ്മൾ 4ആയിട്ടാണ് കേട്ടോ മടക്കിയിട്ട് കൊടുക്കുന്നത്. ഒരു മറ്റേ പീസിൽ 4ആയിട്ടാണ് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ നെക്ക് നമ്മൾ ഇനി നിങ്ങൾ എത്ര റൗണ്ടിനാണോ നെക്ക് വരച്ചത് ആ നെക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. കാരണം നമുക്ക് 4 പീസ് വേണം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് ഒരു താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അകന്നു പോകാതിരിക്കാനാണ്. ഒരു ചെറിയ സ്പേസ് അവിടെ ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് ഞാൻ 3 ഇഞ്ച് നീളത്തിലുള്ള കോളറാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ എല്ലായിടത്തും 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് പോവാം. എത്ര വേണോ നിങ്ങൾക്ക് ലെങ്ത് എടുക്കാം. 3 ഇഞ്ചാകുമ്പോൾ കുറച്ചുകൂടെ അത് തയ്യൽ തുമ്പൊക്കെ പോയി വരുമ്പോൾ കുറച്ച് ഒരു 2.5 2.25 അല്ലേ കിട്ടുകയുള്ളൂ. അങ്ങനെ എന്നിട്ട് നമുക്കത് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കിവിടെ വരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നല്ല വേണമെങ്കിൽ നമുക്ക് വി പോലെ വരയ്ക്കാം, ഇവിടെ യു പോലെ വരയ്ക്കാം, എങ്ങനെ വേണോ വരച്ചെടുക്കാമേ. എന്നിട്ട് താഴ്ന്ന് നമ്മളിതാ 2 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ ഞാനിവിടെ ചെറുതായിട്ട് യു പോലത്തെ കോളറാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതുപോലെ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ വി പോലത്തത് വയ്ക്കാം, ഇതുപോലത്തെ ഇവിടെ ഫ്രില്ല് വയ്ക്കാം, അങ്ങനെ കുറേ ഡിസൈനുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സബ്സ്ക്രൈബർ കുറേ നാളുകൊണ്ട് ഞങ്ങളടുത്ത് പറയുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളെ അവധി പറയുന്നു, ഇനി അടുത്ത ആഴ്ച തയ്ക്കാം അങ്ങനെയാണേ. അങ്ങനെ ആ പുള്ളിക്കാരിക്ക് വേണ്ടി, അഭിരാമി എന്നാണെന്ന് തോന്നുന്നു പേര്, ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടാണ്. അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, പക്ഷേ ആ പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നടുക്കൊരു കട്ടിട്ടെടുക്കാം കേട്ടോ. ഓക്കെ, നടുക്കൊരു കട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അത് വെച്ച് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നെക്ക് ക്ലിയറായിട്ട് അടിച്ചെടുക്കണ്ടേ, അതിന് ഞാൻ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിൽ അപ്പുറത്തോട്ട് ഇതുപോലെ, അതായത് നമ്മൾ നെക്ക് പീസിനൊരു ചെറിയ തുണി നമ്മൾ എടുക്കൂലേ, ചിലപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കാതെ വരുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കാറുള്ളത്, അതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആ കോളറിൻ്റെ മുകളിൽ, നല്ല തുണിയുടെ മുകളിൽ കോളർ, അതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ 4 പീസ് കിട്ടും. അതിൽ 2 പീസ് വീതം ചേർത്ത് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. നല്ല വശവും ചേർത്തിട്ട് നമുക്കത് ഇങ്ങനെയാണ് അടിച്ചെടുക്കാവുന്നത്. ഇങ്ങനെ അടിച്ച് തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല വശം ചേർത്ത് തന്നെ അടിക്കുമ്പോൾ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു സ്റ്റിച്ചിൽ നമ്മൾ വളരെ ചെറിയ തയ്യൽ തുമ്പല്ലേ ഉള്ളത്, അപ്പോൾ എങ്ങാനും അത് പൊട്ടി പിന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 2 സ്റ്റിച്ച് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ടെടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. തിരിച്ചിട്ട് ഞാനത് തേച്ചുകൂടെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് നെക്കാണ് വെട്ടിക്കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ച് തന്നെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാനൊരു വെട്ടാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു ചെറിയൊരു കർവ് അവിടെ വരയ്ക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിൽക്കാൻ. അവിടെ നിന്ന് ഞാനൊരു 6.5 ഇഞ്ചോളം താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ബട്ടൺ വെക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ബട്ടൺ വെക്കാനാണ്. എന്നിട്ട് അവസാനം എനിക്ക് ബട്ടൺ വെക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ അവസാനം പിന്നൂത്തിയാണ് കേസ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളവിടെ ബട്ടൺ വെച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ബാക്ക് പോർഷൻ നമുക്ക് എന്ത് ഇഷ്ടമുള്ള രീതിയിലുള്ള നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ നെക്കാണ് ഇവിടെ ബാക്ക് നെക്ക് ഇങ്ങനെയാണ് കൊടുത്തത്, ഇച്ചിരി ഇറക്കത്തിന്. അതുപോലെ നമ്മൾ ലൈനിങ്ങിൽ ഇതുപോലെ തിരിച്ചിട്ട് നല്ല വശം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ശരി. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ആ കോളറൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. അതിന് ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഞാൻ അവിടെ ചോക്കിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ 2 പച്ചയുടെ ഇടയ്ക്കില്ലേ, ഞാൻ ഇവിടെ ഞാൻ ആ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ മുട്ടുപിൻ കുത്തി കൊടുത്തിട്ടുണ്ട്, കോളർ ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ വെട്ടി വെച്ചിരുന്നില്ലേ ഒരു പീസ്, ആ പീസ് കൂടെ നമുക്കിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇനി ഇതിനെയാണ് നമ്മൾ അടിച്ച് തിരിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും.
ശരി, നമ്മളങ്ങനെ അടിച്ചിട്ട് അത് ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് മുറയ്ക്കൊന്നും കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അതിനെ രണ്ടായിട്ട് മടക്കി അകത്തോട്ട് വെച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. അകത്തോട്ട് വെച്ച് അടിച്ചു കൊടുക്കുമ്പോൾ ഈ കോളർ ഒന്ന് പൊക്കി കൊടുക്കും, ഇല്ലെങ്കിൽ കോളറിൽ കൂടെ സ്റ്റിച്ച് വരും കേട്ടോ. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നമ്മൾ മറുവശമാണ് എടുത്തേക്കുന്നത്, അകവശം എടുത്തിട്ടിട്ട് അത് ദാ ഇങ്ങനെ മടക്കി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത്. അടിച്ചെടുക്കുമ്പോൾ മുകളിലുള്ള കോളർ ദാ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട്. കോളർ അടിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ നമുക്ക് ശരിയായിട്ട് കിട്ടൂല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ആ കോളർ ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് അടിപൊളി നെക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അയ്യോ, ഇത് ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴേ എനിക്ക് ഇടാനായിട്ടൊരിത് തോന്നി കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡറും കൂടെ ഇട്ട് അടിച്ച് തിരിച്ചിട്ടെടുക്കാമേ. ഷോൾഡറിൻ്റെ ബാക്ക് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, കൂട്ടി അടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല വശവും ചേർത്തിട്ട് കൂട്ടി അടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ഇങ്ങനെ എടുത്ത് നല്ല വശത്തിനെ മറിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെ അതിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയുന്നതാണ്. കാരണം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറേ അടിച്ച് പ്രാക്ടീസ് ചെയ്താണ് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്ക് പോർഷൻ നമുക്ക് പതിച്ചുകൂടെ അടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല രസമായിരുന്നു. ശരിക്കും ഇത് ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്, പക്ഷെ നല്ല രസം എനിക്ക് തോന്നി. ഓക്കെ, ഇനി നമുക്ക് കൈയുടെ തുമ്പടിച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ കൈ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് കൂട്ടിയും കൂടെ അടിച്ചെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, നേരത്തെ ഞാനൊരു സെൻറ്റർ പോർഷനിൽ മാർക്കിംഗ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ആ മാർക്കിംഗ് വെച്ചിട്ട് നമുക്കിങ്ങനെ കുട്ടി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ്സ് ഇവിടെ എടുക്കാമേ. എനിക്ക് പിന്നെ ഇതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നി. ഓക്കെ, നമ്മൾ കഴുത്തിൽ അത്രയും ഇത്തിരി പാടുള്ള പണി ചെയ്യുമ്പോൾ കൈ സിമ്പിളായിരിക്കണം, അല്ലാതെ എല്ലാം കൂടെ പാടാക്കാൻ പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് ഞാൻ ഇത് ഏറ്റവും എളുപ്പമുള്ള ഈ പഫ് സ്ലീവ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യമൊക്കെ എനിക്കും പാടായിരുന്നു കേട്ടോ. പിന്നീട് തച്ച് ശീലമായി. പിന്നെ ഇപ്പം എനിക്ക് നല്ല എളുപ്പമാണ്. ഓക്കെ, അങ്ങനത്തെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്ലീറ്റ്സ് ഒരേ ഡയറക്ഷനിൽ ഇടണമെന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറവും ഇപ്പുറവും ബോക്സ് പ്ലീറ്റ് ഇടയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ. എന്നാൽ നമുക്കിങ്ങനെ പൊങ്ങി മാറിയും തിരിഞ്ഞ് നിൽക്കും. പക്ഷേ രണ്ട് സ്ലീവിലും ഒരേ രീതിയിലുള്ള പ്ലീറ്റ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിവിടെ ഒരേ ഡയറക്ഷനിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ആ ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പഫിൻ്റെ വേണം സെൻറ്റർ പോർഷൻ എടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ ഫ്രണ്ടിലെ പഫും ബാക്കിലെ പഫ് രണ്ട് രീതിയായിപ്പോൾ. അതുകൊണ്ട് രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ടേ. ഓക്കെ, അങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവും അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂട്ടി അടിക്കണം, പിന്നെ നമുക്ക് താഴത്തെ തുമ്പടിക്കണം. അതുകൂടെ കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ധൃതിയായിപ്പോയത് പെട്ടെന്ന് അടിച്ച് വെട്ടം ഈ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുക്കണം. അതുകൊണ്ട് പിന്നെ ഭയങ്കര ധൃതിയിലാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഞാനിവിടെ കൈക്കുഴിയായിട്ട് 8 എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഇത് കുറച്ച് വലുതായിട്ടുള്ള അളവാണ്. പിന്നെ ആ കൊച്ചായാലും ഞാനാലും ഒരുപാട് അങ്ങനെ ഫിറ്റ് അടിച്ച് ഇടാറില്ല. പിന്നെ ഇങ്ങനെ ഒരു ജസ്റ്റ് അളവിനൊന്ന് വരച്ച് എപ്പോഴും നമ്മൾ ബോഡി അടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് അതിൽ വരച്ച് കൊടുക്കാതെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ 1-2 ഇഞ്ച് വലുതായിട്ട് അടിച്ചെടുത്തിട്ട് കറക്റ്റ് അടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഓക്കെ, ചിലപ്പോൾ എല്ലാ തുണികളിലും ഇപ്പോൾ 16.5 ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ ചില തുണി അത് കോട്ടൺ തുണിക്കനുസരിച്ച് ചിലപ്പോൾ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാനൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ കൂട്ടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ കറക്റ്റ് ഞങ്ങളുടെ ഷേപ്പിന് ബോഡി അടിച്ചെടുക്കുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോഡി അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു അബദ്ധം കാണിച്ചു. സ്ലിറ്റിന് 18.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതുവരെ ബോഡി അടിച്ചെടുത്തു. എന്നിട്ട് സാധാരണ നമ്മൾ അംബ്രല്ലയൊക്കെ അടിക്കും പോലെ സൈഡൂടെ അടിച്ചെടുത്തു കേട്ടോ. പക്ഷേ അവസാനം അവിടെ കൂട്ടി പിടിച്ച പോലെ ഇരുന്നു. പിന്നെ ഞാനത് കുറച്ചാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ നിങ്ങളുടെ സ്ലിറ്റ് വരുന്നത് അതിനെക്കാട്ടി ഒരു 2-2.5 ഇഞ്ച് മുകളിലോട്ട് വെച്ച് അടിച്ചിറക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ കൂടി പിടിച്ച പോലെ ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന തുണിക്കനുസരിച്ചിരിക്കും കേട്ടോ. ഇത് പടപടത്ത തുണി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൂടിയൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ വീണ്ടും പൊളിച്ച് അടിച്ചൊക്കെയാണ് എടുത്തത്.
ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അംബ്രല്ലയുടെ തുമ്പടിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ അതുവരെ ഒരുമിച്ച് അടിച്ച ഭാഗം മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ നല്ല വശമാണ്. നല്ല വശം എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മുടെ മെയിൻ ക്ലോത്താണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അടിച്ച് താഴെ വരെ ഇറക്കിയതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് അടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സാധാരണ അംബ്രല്ലയിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അതല്ലാതെ ഒരുമിച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കാമേ, കാരണം ഇത് ലൈൻ കുർത്തിയല്ലേ, ഒരുമിച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരുമിച്ച് അടിച്ചിറക്കിയാലില്ലേ, ഇത് കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കാലിലൊക്കെ കയറി ഇങ്ങനെ ടൈറ്റ് ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒഴുകി കിടക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലൈൻ കുർത്തി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടെ അടിച്ചെടുത്തിട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ പീറ്റർ പാൻ ആ കോളറിൻ്റെ അവിടെ കുറച്ച് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, താഴെ എംബ്രോയ്ഡറി ഉണ്ട്. അപ്പോൾ നമ്മൾ ചുവപ്പും പച്ചയും നൂല് വെച്ച് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ പേര് ഫ്രഞ്ച് നോട്ടാണല്ലോ അല്ലേ, ആണെന്ന് തോന്നുന്നു. എംബ്രോയ്ഡറിയിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല, പക്ഷേ ചെയ്യാറുണ്ട് അത്യാവശ്യം. ഓക്കെ, അങ്ങനെ നമ്മൾ 3 സ്റ്റിച്ചാണ്, 3 ഇട്ട് കൊടുക്കുന്നത്, 3 റൗണ്ടാണ് കുരുക്കെടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പിന്നെ ഇത് എല്ലാം തച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സാധാരണ എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യാറ്. അപ്പോൾ ഒരാൾ ആ കൊച്ചെനിക്ക് ഇങ്ങനെ പിടിച്ചു തരും, ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു കൊടുക്കും, ആ കൊച്ച് ചെയ്തെടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റൗണ്ടിലിടാറില്ല. ഓക്കെ, അതുപോലെ ഒരു 3-4 സ്ഥലത്ത് ചുവപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചയാണ് ഇട്ട് കൊടുക്കുന്നത്, ചുവപ്പും പച്ചയും. കാരണം അതാണല്ലോ ഈ ഡ്രസ്സിൽ, ഈ തുണിയിൽ താഴെ എംബ്രോയ്ഡറി വർക്ക് ചുവപ്പും പച്ചയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ചുവപ്പും പച്ചയും എംബ്രോയ്ഡറി നൂലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആ ചുവപ്പും പച്ചയിൽ 3 ഫ്രഞ്ച് നോട്ട് വീതം ഇങ്ങനെ ഓരോരോ റാൻഡമായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതുകൂടെ ഇട്ടെടുത്താൽ നമ്മുടെ ഡ്രസ്സ് സെറ്റാവും ഗൈസ്. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നു ഗൈസ്, നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതാണ്. ഇതാണ് നമ്മുടെ പീറ്റർ പാൻ കോളർ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കാണ്, എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എലഗൻറ്റാണോ, ഒരു ആറ്റിറ്റ്യൂഡ് ലുക്ക് പോലെ നമുക്കൊരു നല്ല ഒരു ഡ്രസ് പാറ്റേൺ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, താഴെ കണ്ടോ ചുവപ്പും പച്ചയും, അതിന് മാച്ചാവുന്ന രീതിയിലാണ് ഞങ്ങൾ മുകളിൽ ആ ചുവപ്പും പച്ചയും ചെറിയ നോട്ട്സ് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഈ കൊച്ചിന് ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് വീഡിയോ ഇടുമെന്നും പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ആ തലയുടെ ബട്ടർഫ്ലൈ ഒന്നും വെക്കാൻ ആ കൊച്ച് മറന്നില്ല കേട്ടോ. ഈ ബട്ടർഫ്ലൈ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ വാങ്ങിച്ചു തന്നതാണ്. ഇവിടെ ഷോക്കേസിനകത്ത് ഇരുന്നതാണ് ഈ കൊച്ച് പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കൈ പഫ് സ്ലീവൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ബാക്ക് നെക്ക് നിങ്ങൾ കണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് കണ്ടല്ലോ. അപ്പം ഇതാണ് ഗൈസ് ഇന്നൊരു ദിവസം പണിപ്പെട്ട നമ്മുടെ പീറ്റർ പാൻ കോളർ ലൈൻ പ്രിൻസസ് കട്ട് കുർത്തി. എൻ്റെ പൊന്നോ, പേര് ഒരു രക്ഷയില്ല, ഇത്തിരി നീണ്ട പേരാണ് ഗൈസ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇറക്കം കുറച്ചുകൂടി ഇടാം കേട്ടോ. ഞങ്ങളിൽ തുണി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പൊടിക്കൂടെ ഞങ്ങൾ ഇട്ടേനെ. കാരണം താഴത്തെ ആ കസവുണ്ടല്ലോ, അതൊന്ന് വെട്ടിക്കളയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒട്ടും തുണി തികയാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളത് വെട്ടാതെ വെച്ചേക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ലെങ്ത് എടുക്കുക കേട്ടോ. ആ കൊച്ച് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തല്ലി പൊട്ടിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് പ്രധാനം.